സുഹൃത്തുക്കളെ കഴിഞ്ഞ ഞായറാഴ്ച കേട്ടോ, ആഗസ്റ്റ് 9 രാവിലെ ചാലിയം പുലിമൂട്ടിലാട്ടോ നമ്മളെ സുഹൃത്ത് അസ്ലംബ്രോ ആണ് വല വീശുന്നത്. കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരമാല വരുന്നുണ്ട്. അതിൻ്റെ മേലേക്ക് കണ്ടില്ല വല നല്ല പൊക്കി നല്ല അടിപൊളിയായിട്ട് വല വീശിനെ കണ്ടോളിട്ടോ. ഇവ അടിപൊളിയായിട്ട് വല വീശിയിട്ടുണ്ട്. ഈ വലയിൽ എന്തെങ്കിലും മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മളെല്ലാവരും കാത്തുക്കുന്നത്. കടൽ വലിയൊരു പ്രശ്നമല്ല, എന്നാലും കടൽ ഇളക്കില്ല എന്ന് പറഞ്ഞോടെ അത്യാവശ്യം ഇളക്കമുണ്ട്. അത്യാവശ്യം എക്സ്പീരിയൻസ് വേണം കേട്ടോ ഈ കടലിലൊക്കെ. ഈ അസ്ലം ഈ ഒരു കടലും ഈ പരിസരത്തുള്ള ആളാണ്. ഈ ഒരു സ്പോട്ടൊക്കെ നല്ല പരിചയമുള്ള ഒരു സുഹൃത്താണ് കേട്ടോ. അപ്പോൾ വലിയായിട്ട് കരയിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വലയിൽ എന്തൊക്കെ മീൻ കിട്ടി നോക്കാം നമുക്ക്. ഈ പാറക്കല്ലിൽ കൂടി ഇടയിൽ കൂടി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഒന്നും ഈ സ്പോട്ടിൽ വല വീശി ഇറങ്ങുന്നുണ്ട്. കണ്ടാൽ അടിപൊളി പൂയാന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത്. നമ്മളെ കതിരാൻ, തെക്കൻ ഭാഗത്ത് കതിരാൻ എന്ന് പറയുന്ന മീനാണ്. ഇത് വലിപ്പം കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു മീനാണ്. ഈ ചെറുവക മീനുകളിൽ കടലിന് ഏറ്റവും വിലപിടിപ്പുള്ളതും ടേസ്റ്റ് ഉള്ളൊരു മീനാട്ടത് നമ്മളെ പൂയാൻ അഥവാ ഈ കതിരാന്ന് പറയുന്ന മീൻ. തൊട്ടപ്പുറത്ത് വേറെ രണ്ടാൾക്കാർ വല വീശുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ സുഹൃത്ത് അഫ്നാസ് ഉണ്ട്. അഫ്നാസ് വല വീശാൻ എത്തിയിട്ടുണ്ട്. കടൽ നല്ല ഇളക്കണ്ട് കേട്ടോ, അതെല്ലാം നല്ല ഓളടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലയിൽ നമുക്ക് എന്ത് മീന കിട്ടിയ നോക്കാം. ഇത് പൂയാനാട്ടോ. ഒരു വലയിൽ ഒരു പൂയാൻ കിട്ടിയാൽ ആ ഒരു വല വീശിന് മുതലായിട്ടോ. കിലോന് ആ ഒരു വലുപ്പത്തിലുള്ള പൂയാൻ എങ്ങനെയായാലും ഒരു 600-700 റുപ്യേൻ്റെ കിലോ റേറ്റ് വരും. ഒരു 150 ഗ്രാം ഉണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു ഏകദേശം ഒരു 100 റുപ്യേൻ്റെ അടുത്തായി ഒരു മീനിന് കേട്ടോ. വല വീശുണ്ട്. നല്ല ലോങ്ങിലേക്ക് നല്ല റൗണ്ടായിട്ട് വിരിഞ്ഞുണ്ട് വല. അപ്പോൾ കൂടുതലും പൂയാനാണ് കാണുന്നത്. പെട്ടെന്ന് കല്ലുമ്മ കയറാൻ പറ്റില്ല കേട്ടോ. ഈ കടൽ തിരമാല വരുന്ന നോക്കിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ വേണം മേലോട്ട് കയറാൻ, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. കണ്ടോ, 2 തിരമാല വന്ന് അതൊരു ആൾ ഹോൾഡ് ചെയ്ത് നിന്നു കേട്ടോ കടലിൽ. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കല്ലുമ്മക്ക് പതുക്കെ നോക്കി കയറുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അറിയാത്ത ആൾക്കാർ ഇവിടെ വല വീശാൻ പെട്ടെന്ന് ഇറങ്ങുന്നത് കടലിലേക്ക്. ഭയങ്കര ഡേഞ്ചറാണ്. ഈ വലയിലും കണ്ടില്ല, നല്ല നെടുപ്പുള്ള അത്യാവശ്യം സൈസ് പൂയാനാട്ടോ. ഒരു 200-250 ഗ്രാമിൻ്റെ പൂയാനാ തോന്നുന്നു കണ്ടിട്ട്. കടലിലെ വെള്ളം നല്ല തണുപ്പാ. അസ്ലമിന്റെ കാൽമേലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അമിത നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പന്നെ. കാൽമേലേക്ക് വെള്ളം വെച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. വെള്ളം ഒടുക്കത്തെ തണുപ്പാണ്. ആ തണുപ്പിനൊക്കെ ഈ തണുപ്പിലൊക്കെയാണ് കടലിൽ ഇറങ്ങിയിട്ട് ഒക്കെ വല വീശുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഓരോ വലക്കും ഇതേപോലത്തെ ഒരു മീൻ കിട്ടി കഴിഞ്ഞാൽ ആ ഒരു വല വീശൽ മുതലാവട്ടോ. നല്ല പൂയാനാണ്, നല്ല അടിപൊളി പൂയാൻ. അപ്പോൾ വീണ്ടും വല വീശിയുണ്ട്. കടൽ നല്ല അളക്കുണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. കടലൊക്കെ നല്ല അളക്കാണ്. ഇതിൽ നമ്മളെ ഇരുമീൻ കേട്ടോ, നമ്മളെ കരിമീൻ എന്ന് പറഞ്ഞ ഇരുമീൻ, നമ്മളെ ഇരുമീൻ എന്നാ പറയാം. നല്ല അത്യാവശ്യം കടൽ വെള്ളത്തിലുള്ള ഇരുമീൻ, നല്ല ടേസ്റ്റ് കേട്ടോ. സാൾട്ട് വാട്ടറിലും ഫ്രഷ് വാട്ടറിലും ഒക്കെ ജീവിക്കുന്ന ആണ് കരിമീൻ, നമ്മളെ ഇരുമീൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു സൈസ് കരിമീൻ ഏകദേശം ഒരു കിലോന് വന്നിട്ട് ഒരു 500ൻ്റെ മേലെ ഉണ്ട് റേറ്റ്. ഇത് 3 പുള്ളി ഞണ്ടാട്ടോ ഈ കാണുന്നത്. 3 പുള്ളി ചില ഭാഗത്തൊക്കെ മുപ്പൊട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു ഏവറേജ് ടേസ്റ്റുള്ള ഞണ്ടാണെങ്കിലും ചില സമയത്തുണ്ടല്ലോ ഇത് ഒടുക്കത്തൊരു ടേസ്റ്റ് കേട്ടോ, നല്ല ഇറച്ചി ഉണ്ടാവും. അത് ചില സീസണ് മാറിയതിനനുസരിച്ച് ഞണ്ടിൻ്റെ ടേസ്റ്റിന് ചില മാറ്റങ്ങളുണ്ടാവും. 3 പുള്ളി ഞണ്ടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത്. ഇതാ ഒരു അടിപൊളിയായിട്ട് ഇതാ സൂപ്പറായിട്ട് വല വീശിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലക്ക് എന്താ ഉള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഈ വലക്ക് കയറിയത് പൂയാനാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത 2 പൂയാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മീൻ ഈ ചൂണ്ടിട്ടാൽ കലക്ക് വെള്ളത്തിൽ ചില സമയത്ത് മാൽച്ചൂണ്ടലൊക്കെ
ഈ 4-3 ഹുക്കുള്ളതിന്മേലൊക്കെ ഒരുമിച്ച് കയറുന്ന ഒരു മീനാട്ടോ ചില സമയങ്ങളിൽ. പ്രത്യേകിച്ച് മഴക്കാലത്ത് കലക്കവെള്ളത്തിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു മീനും കൂടിയാണ്, ചെറിയ കലക്കവെള്ളത്തിൽ. ഈ കാണുന്ന മുള്ളൻ ചൂടട്ടോ ചില്ലിമീൻ, ഈ അരിഞ്ഞിൽ എന്നൊക്കെ പറയുന്ന മീനാണ്. അപ്പോൾ നമ്മളെ ഈ ചെറിയ ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.